വണ്ടിയുടെ കാറ്റ് തുറന്നു വിട്ടു. 11:30. വണ്ടിയുടെ കാറ്റ് പോയി അടുത്ത കണ്ട ബസ്സിൽ കയറി നേരത്തും കാലത്തും കോളേജ് വരണം. പഠിക്കുന്ന പിള്ളേർ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. സാർ എൻ്റെ വണ്ടിയുടെ കാറ്റാണ് തുറന്നു വിട്ടത്. അതിന് ഞാൻ എന്ത് ചെയ്യാം? ഇനി പമ്പെടുത്തോണ്ടോ നിന്റെ വണ്ടിക്ക് കാറ്റടിച്ച് തരണോ? അല്ലെങ്കിൽ നീ സാധാരണ വണ്ടിയിൽ ആണോ കോളേജ് പറഞ്ഞത്? അല്ല, ഇന്നലെ ഒരു ആഗ്രഹം തോന്നിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് വന്നത്. വൈകുന്നേരം ഞാൻ ചെന്നിട്ട് നോക്കുമ്പോൾ സാർ വാൽ ട്യൂബുമില്ല, കാറ്റുമില്ല, എല്ലാം തുറന്നു വിട്ടു. ഇന്ന് പറഞ്ഞിരിക്കട്ടെ, മേലാൽ ഇങ്ങനത്തെ കാര്യം എൻ്റെ സംസാരിക്കരുത്. വാൽ ട്യൂബ് കുറ്റി എവിടെ കിടന്ന ചപ്പട്ട വണ്ടി എടുത്തുകൊണ്ട് കൊണ്ട് ചാരി വച്ചിട്ട് ഇങ്ങ് കയറി വരും. ഞാൻ ഇവിടെ വേല കൂലിയില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. സാറേ എനിക്കൊരു സംശയമുണ്ട്. സംശയം നല്ലതാണ്. എന്തെങ്കിലും വിഷയത്തിന് സംശയം ഉണ്ടെങ്കിൽ അതായത് അധ്യാപനം കാണുക, ക്ലാരിഫൈ ചെയ്യുക. പഠിക്കുന്ന കാര്യമല്ല, കാറ്റ് പോയത്. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടാണ്. സാറേ വണ്ടിയുടെ കാറ്റ് ആരും മനഃപൂർവ്വം തുറന്നു വിട്ടാണ്. സാറൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യാം. നാളെ തൊട്ട് ഞാൻ ഈ റൂമിൽ വരണില്ല. വണ്ടിയുടെ കാറ്റ് തുറന്നോട് നോക്കി അവിടെ പോയി ഞാൻ വൈകുന്നേരം വരെ കുറ്റി അടിച്ചിരിക്കാം. പോരാ. സാറ് ബുദ്ധിമുട്ടണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. കൊണ്ടുകൂടി പിടിച്ചിട്ട് ആരാണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുപോകാം. ഞാൻ ഒന്ന് കാണട്ടെ. സാറ് കാണാനൊന്നും വേണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്യും. അതിന് പിന്നെ പോയി കൈകാര്യം ചെയ്യും. അപ്പൊ പിന്നെ കണാപണ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരില്ല. ഒന്നുമില്ല. പറഞ്ഞിട്ട് പോടാ. ഒന്നുമില്ല. എടാ മമ്മു, നിനക്കാരെങ്കിലും സംശയം ഉണ്ടോടാ? സംശയം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ വേണം സംശയിക്കാൻ. നമുക്കാരാണ് അങ്ങനെ ശത്രുക്കളുള്ളത്? കാണും. നേരിട്ട് ഉടക്കാൻ ധൈര്യമില്ലാത്തവർ ചിലപ്പോൾ ഇതുപോലെ പണി തരും. എന്തായാലും കൈ കിട്ടിയവന്മാരെ ഇടിച്ച് പൂസാക്കണം. എന്തിനാ അവനെ വിളിക്കണം? അവനെ ചോദ്യം ചെയ്യാം. എന്താ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞ പ്രശ്നം ഇവിടെ വെച്ച് തരും. എന്ത് കാര്യം? അതല്ലെങ്കിൽ നിന്നെ വെറുതെ വിടൂല. എന്താ കാര്യം? എന്താ ആ വണ്ടിയുടെ കാറ്റൂരി വിട്ടിട്ട് വാൽറ്റൂബ് എവിടെയാണ് എടുത്തെറിഞ്ഞത്? വണ്ടിയുടെ കാറ്റോ? ഏത് വണ്ടിയുടെ? അപ്പൊ നമ്പർ നോക്കിട്ടൊന്നല്ലേ വാൽറ്റ് ഊരി ഇടുന്നത്? സത്യം പറയണ നിന്റെ ഇവിടെ വണ്ടിയുടെ കാറ്റ് വീട്ടിൽ പോയി പറയും. അച്ഛൻ പോലീസ്. എന്റെ അച്ഛൻ പോലീസ്. അച്ഛൻ്റെ പോലീസോ? അച്ഛൻ പോലീസാ എന്റെ. അച്ഛൻ പോലീസ് ഒരാൾ ഇങ്ങനെ നിനക്ക് ധൈര്യം ഉണ്ടോ? ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. വേറെ കോളേജിലൊക്കെ പോയി നോക്കിയോ പഠിക്കേ? അപ്പൊ നീ ഹോസ്റ്റലൊക്കെ ചേർന്ന് അവിടുത്തെ പയ്യന്മാര് റാഗി നീ എങ്ങനെ പിടിച്ചേക്കോടാ? നീ പുരുഷനല്ലടാ. ആണുങ്ങളെ കണ്ണെന്ന് ഇങ്ങനെ കണ്ണിൽ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്താ സംഭവം എന്നറിയാ? എന്റെ വണ്ടിയുടെ കാറ്റ് ആരോ ഊരി വിട്ട് അതാരാണെന്ന് നീ കണ്ടുപിടിക്കണം. നിന്റെ അച്ഛൻ പോലീസല്ലേ? അപ്പൊ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, നമ്മുടെ അടുത്ത് വന്ന് പറയും വേണം ആരാണ് എന്താണെന്ന് അറിഞ്ഞാ. സംഗതി വളരെ രഹസ്യമായിരിക്കണം. അച്ഛന്റെ പേരെന്തോന്നു? അരവിന്ദാക്ഷൻ. വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കൂ. ഇനി പറയൂല. പറയില്ല. സംശയമുണ്ട്. നിന്റെ പിടി കുറച്ച് ഓവറായി പോയി. ചോദ്യം ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങ് എടുത്തങ്ങ് കയറ്റില്ല ഇവിടെ. ഞാൻ അപ്പോഴേ പറഞ്ഞു അവനെ വിളിക്കണ്ടെന്ന്. ആര് പറഞ്ഞടാ? ഇങ്ങനെ ആക്ഷൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് അച്ഛൻ എന്താണ് പേരെന്താണ് ചോദിച്ചിട്ട് അവിടെയാണ് അബദ്ധം പറ്റിയത്. ഇവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. അടുത്തത് നമുക്ക് ഈ കേസിന് എങ്ങനെയെങ്കിലും ഒരു തുമ്പുണ്ടാക്കണം. എടാ നിനക്ക് ആരും സംശയം ഉണ്ടെ പറ, നമുക്ക് നോക്കാം അല്ലേ? നാളെ പൊക്കാം. അത് ഈ കള്ളം കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെ കള്ളി കപ്പലിലായാലോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ എവിടെയാണോ ഉദ്ദേശിച്ചത്? അവൾ അത്ര തറ പരിപാടി ഒന്നും ചെയ്യില്ലേ. നമുക്കൊന്ന് മാന്തി നോക്കിയാലോ? കപ്പൽ ചാനലാണോ മാന്തി നോക്കുക? അതല്ല, നമ്മൾ മനസ്സിലുള്ള ചില രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ക്രിമിനോളജിക്കലി പരമായിട്ട് മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിന്റെ ആന്തരികമായ ഘടനയിലൂടെ മെന്റലി മെത്തോളജിക്കലി പരമായിട്ട് വേണം അതിനെ നേരിടാൻ വേണ്ടിട്ട്. തീർന്നാ പോവാ. അത് പറയുന്ന കാര്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വായിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം നീ കൂടി മുട്ടി, അതങ്ങ് വെള്ളത്തിൽ പോയി. അതിന്റെ അങ്ങേ പ്രാവശ്യം നീ മുട്ടയിട്ട് അതും ചീറ്റി പോയി. ഇപ്രാവശ്യം ആ മരം മുറിക്കാൻ പോകുന്നു. ശത്രുക്കളാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്ന് എനിക്ക് ശത്രുക്കളാ എന്തോയി സാറേ? എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അല്ല, ഈ ശത്രുക്കളെ കണ്ടുപിടിക്കാനുള്ള അവസരം ശത്രുക്കൾ തന്നെ സൃഷ്ടിക്കും. പ്രസംഗത്തിന് പ്രിപ്പറേഷൻ ആയിരിക്കും. ഇവിടെ പ്രസംഗവും പ്രവൃത്തിയും രണ്ടാണെന്ന് എനിക്ക് ഇന്നലെയാ മനസ്സിലായത്. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ സാറേ. എടാ എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് ഊരി വിട്ടെന്ന്. അതെ, എന്റെ വണ്ടിയുടെ കാറ്റ് ഊരി വിട്ടു. സാറിന് ആരും സംശയം ഉണ്ടോ? എനിക്കൊരാളെ സംശയം. ആരാ സാറേ? ഞാൻ ചോദിച്ചിട്ട് പറയാം. മിക്കവാറും ബാഹുലയം സാറിനായിരിക്കും ഉദ്ദേശിച്ചത്. അവര് തമ്മില് ചെറിയ ബാബുല സാറിന് അത് ചെയ്യണ കാര്യം. നിന്റെ മോന്ത എന്താടി മത്തങ്ങ പോലെ ഇരിക്കുന്നേ?
ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോ എത്ര മണിയായെന്നറിയാവോ? നീ വീട്ടിൽ എത്തുന്ന സമയം ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് എന്താ ഗണിച്ചു നോക്കാൻ പറ്റും? ഇന്നലെ വൈകിട്ട് എന്റെ ടയർ ഉണ്ടല്ലോ അതാരും പഞ്ചറാക്കി വെച്ചേക്കുന്നു. അപ്പൊ നിന്റെ ടയർ പഞ്ചറാക്കി ഇവിടെ ആളുണ്ടോ? അതിന് ടയറൊക്കെ ഉണ്ടോ? വർഷങ്ങളായല്ലേ, കൊണ്ടുപോയി കളയടി. എടി ഇതെന്റെ പുതിയ ടയറും ട്യൂബോ, ഇതെനിക്ക് ആരോ പണി തന്നതാ. ഞാൻ അന്നേ പറഞ്ഞതാണ് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുന്നത് കേട്ടില്ല. എടി പിന്നെ ആ ടയറും ട്യൂബൊക്കെ കുത്തിപ്പൊടിച്ചിട്ട് ആർക്ക് സന്തോഷം കിട്ടാനാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അതാരോ മനഃപൂർവ്വം ചെയ്തതാ. നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നെ അവന്റെ കയ്യിലാണ് കിട്ടിയ വെച്ചിട്ടുണ്ടേ. നീ പറയുന്ന നിനക്കറിയാം സംശയം ഉണ്ടെന്ന്. എനിക്കറിയാം ആരെയാണെന്ന്. പൊറിച്ചല്ലേ? പക്ഷെ പൊറിച്ചു അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാൻ പറഞ്ഞില്ലേ? കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അവിടെയല്ലേ തീരുമാനിക്കാതെ അവരോട് നിന്ന് ചോദിച്ചാ പോരെ? എടി അവന്മാരടുത്ത് ചോദിച്ചാൽ അവന്മാർ സത്യം പറയത്തില്ല, അവന്റെ പ്രിൻസിപ്പൽ അടുത്ത് പറയും. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇത് നാളെ സാറ് പറയരുത്, നമ്മൾ സാറിനോട് പറഞ്ഞില്ല അറിഞ്ഞില്ല. ബാബുലേ സാറിനോട്, സാറിന്റെ ചോദിക്കും. സാറിനോട് പറയാം. ഈ കോളേജിൽ ഒരു സാറെങ്കിലും അറിഞ്ഞു തോന്നുന്നു. ക്ലാസ്സിൽ പോയില്ലേ? അല്ല, ഞങ്ങള് സാറിനെ കാത്തിരിക്കായിരുന്നു. സാർ ഇന്നലെ ഇവിടെ സ്കൂട്ടറാണ് പഞ്ചറാക്കിയെന്ന്. ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് കാണുന്നേ. വൈകിട്ട് എന്താ സാർ? അല്ല, ഞാൻ ഇന്നലെ എന്റെ സുഹൃത്തിന്റെ വണ്ടിയിലാണ് വന്നേ. അവനോട് വണ്ടി വെച്ചിട്ട് പോയി. ആ വണ്ടി പഞ്ചറാ. അതും പഞ്ചറാണോ? ആ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? അല്ല, എനിക്ക് സംശയമുണ്ട്. അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് എന്നെ ഒന്ന് കാണണം. എന്താടി? ഞാൻ സംശയിക്കുന്ന ആളും സാറ് സംശയിക്കുന്ന ആളും ഒരാളായിരിക്കും. നോക്കൂ, അതാരാ? അതൊക്കെ ഉണ്ട്. സാറേ, ആശയങ്ങൾ തമ്മിൽ വേണം ഏറ്റുമുട്ടാൻ. അതിനെനിക്കും പറയാനുള്ളത്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നേരിട്ട് സംസാരിക്കണം സാറേ. അതിനോട് കഴിവില്ലാത്തതുകൊണ്ട് പുറയുന്ന കുത്തനെ. സാറേ, സാർ ഇത്രയും അധപ്പതിക്കരുത്. ഒരു സാമൂഹിക പ്രവർത്തന അധ്യാപനം താങ്കൾ അതിനൊരു മാന്യത കാണിച്ചൂടെ? സാറേ, ഒരു ഭാഷാധ്യാപനം ചേർന്ന പണിയല്ല സാറ് കാണിച്ചത്. ഞാനെന്ത് കാണിച്ചത് താങ്കൾ പറഞ്ഞേ? സാർ എന്ത് കാണിച്ചത് ഞാൻ പറയണം? രണ്ടുപേരും കാര്യം എന്തോന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്താ സംഭവിച്ചോന്നൊന്ന് പറ. കുമാരാ, ഞാൻ എന്റെ സുഹൃത്തിന്റെ വണ്ടിയിൽ ഇന്നലെ കോളേജിൽ വന്നു. അവൻ എന്നെ ആക്കിയിട്ട് വണ്ടിയോട് വെച്ചിട്ട് അവനെ ഓഫീസിൽ പോയി. ആ വണ്ടിയുടെ ടയറിന്റെ കാറ്റിങ്ങനെ ഞാനോ? കുമാരൻ തോന്നുന്നുണ്ടോ ഞാൻ എങ്ങനെ ചെയ്യും? പക്ഷെ ഇങ്ങനെ എന്റെ വണ്ടിയുടെ കാറ്റ് കൂടി വിട്ടു. നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നിങ്ങനെ വഴക്കടിക്കാന്ന് നാണക്കേടാ. ഏതായാലും രണ്ടുപേരുടെയും കാറ്റ് പോയ സ്ഥിതിക്ക് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നോക്കണ്ട, കാണാം. കരയണ ടീച്ചറെ, കാര്യം പറയും. വെറുതെ എൻ്റെ മനസ്സിനായിട്ട് വിഷമിപ്പിക്കരുത്. ടീച്ചർ ഇറങ്ങിയാൽ പിന്നെ ഞാൻ കരയും. എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആയിരിക്കുന്നു. എത്ര കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുന്ന സാറ്, ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആക്സിഡന്റ് പറ്റിയാ? അങ്ങോട്ട് വന്ന് ഇടിച്ചാ അതോ ഇങ്ങോട്ട് വന്ന് ഇടിച്ചാ? സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാണ്ടില്ല പറയും. സാർ ആവശ്യമില്ലാതെ ആ കരുനാക്ക് വളച്ചൊന്നും പറയാതെ. ഞാൻ ആരെയും ഇടിച്ചിട്ടൊന്നുമില്ല. എന്റെ വണ്ടിയുടെ ടയർ ആരോ കുത്തിക്കീറി വെച്ചേക്കുന്നു സാർ. അത് ശരി. ഇപ്പൊ കളിച്ച് സാറന്മാരെ വണ്ടിയിലും കയറി കളിച്ചു തുടങ്ങിയവന്മാര്. എന്റെ ഭർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ആ ആൺകുട്ടിയോട് മോശമായി പെരുമാറിയോണ്ട് അവരായിരിക്കുമെന്ന്. ഞാൻ ഏതെങ്കിലും കുട്ടിയോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? സാറൊന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് എനിക്ക് സ്കൂട്ടർ തന്നുവിട്ടില്ല സാറേ, ഞാൻ ബസ്സിലാണ് വന്നത്. എൻ്റെ ബലമായ സംശയം ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ ഈ ടയറും ട്യൂബിലൊക്കെ ചില രാസപ്രക്രിയകൾ നടക്കും. അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധിക്കും. സാർ ചുമ്മാ ഇരി സാറേ, കണ്ടല്ലറിയാം മനഃപൂർവ്വം ചെയ്ത് വെച്ചേക്കുവാന്ന്. ഒരു കാര്യം ചെയ്യാം. ടീച്ചർ ഇല്ലേ? കുമാരാ എവിടെ വിളിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലേ? നിങ്ങൾ വന്നിട്ട് എന്നാ ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അയാളെ കണ്ടു കിട്ടിയാലേ പറ്റുള്ളൂ. ടീച്ചർ ആദ്യം ആ കണ്ണീരൊക്കെ തുടച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ക്ലാസ്സിൽ പോകാൻ നോക്ക്. പിന്നെ ഈ കാര്യം പുറത്ത് കിടന്ന് വിളമ്പിക്കൊണ്ട് നടക്കരുത്. കോളേജിൽ ഒരു കൊതു അടിച്ചാൽ മതി, ചാനലിൽ വിളിച്ചു പറഞ്ഞ വിദ്വാന്മാർ ഇവിടെ ആയിട്ട്. അയ്യോ, എവിടെ പോയി കിടന്നു കുമാര? ഇവിടെ തന്നെ കാണണമെന്ന് ഞാൻ ദിവസവും പറയാറില്ലേ കുമാര? സാറ് പറഞ്ഞത് കേട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നായിരുന്നെങ്കിലേ ആ വടക്കന്തര സാറും ബാഹുലയൻ സാറും കൂടെ തമ്മിൽ തല്ലി ആരെങ്കിലും ഒരെണ്ണം ചത്തേനെ. വഴക്കാ? ബാഹുലയൻ സാറിന്റെ കാറിന്റെ കാറ്റ് വടക്കന്തര സാർ ഊരിവിട്ടെന്ന് ബാഹുലയൻ സാർ, വടക്കന്തര സാറിന്റെ കാറിന്റെ കാറ്റ് ബാഹുലയൻ സാർ ഊരിവിട്ടെന്ന് വടക്കന്തര സാർ. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ കാറ്റ് പോയേ. അല്ല കുമാര, ഇപ്പൊ ഈ ഇടയായിട്ട് കോളേജിൽ കാറ്റ് വീഴ്ചയാണല്ലേ?
ഏതായാലും താ ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. യാവനായിരുന്നു നമുക്ക് പെട്ടെന്ന് പിടികൂടണം. ക്ഷമിക്കണം സാറേ, അതെന്റെ ഡ്യൂട്ടി അല്ല. അതിനാ സെക്യൂരിറ്റിയാണ് നിയമിച്ചിരിക്കുന്നത്. സാർ പോയി സെക്യൂരിറ്റിയോട് പറഞ്ഞു. ടീച്ചറെ ക്ലാസ്സിൽ ചെല്ലേ. കുമാരൻ വാ. അല്ലേ വേണ്ട, ഇയാള് ഡ്യൂട്ടി നോക്കി ചെയ്യുന്ന ആളല്ലേ. ഇയാൾ ഇവിടെ നില്ലേ. ടീച്ചർ ക്ലാസ്സിൽ പോയിക്കോ. ഞാൻ ഈ സെക്യൂരിറ്റി ഒന്ന് കാണട്ടെ. ഇയാൾ ഡ്യൂട്ടി നോക്കി തന്നെയല്ലേ ഇവിടെ എല്ലാം ചെയ്യണത് തന്നെ. സാറേ, ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനമാണ്. അവനവന്റെ ഡ്യൂട്ടി അവനവൻ ചെയ്താൽ മതി എന്നാ പറയുന്നത്. വേറെ എന്നിട്ട് ഇയാൾ ചെയ്യണുണ്ടാ ഇവിടെ? അത് ഞാൻ കൃത്യമായിട്ട് വിളിച്ചപ്പോൾ അവിടെ പോയി കിടന്നു. വിളിച്ചപ്പോൾ ഞാൻ വേറെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. സാറന്മാരുടെ അടുത്ത് ഓരോ നോട്ടീസ് കൊണ്ട് കിടക്കാൻ പറഞ്ഞില്ലയോ? ആ നോട്ടീസും കൊണ്ട് പോയതാ. അതെന്റെ ഡ്യൂട്ടിയാണ്. തറുതല പറയും, തറുതല എന്ത് പറഞ്ഞാലും. എന്റെ സാറേ, തറുതലല്ല, കാര്യം പറഞ്ഞതാ. കാര്യം പറയണം സാറേ, ഞാൻ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സാർ എന്നെ വഴക്ക് പറയത്തില്ലയോ? പറയൂ. ആർക്ക് വേണ്ടി പറയണേ? സസ്പെൻഷൻ അടിച്ച് കൈ കയറ്റുന്ന വീട്ടിൽ ഇരിക്കും, അടിച്ച് കൈ തന്ന. സാറേ, ഡ്യൂട്ടി ചെയ്യുന്നവനെ എന്തിനാ സാറേ സസ്പെൻഡ് ചെയ്യുന്നത്? സാറാ സെക്യൂരിറ്റിയെ സസ്പെൻഡ് ചെയ്ത് അവകാശം വലിയതെല്ലാം ഊരി വിട്ടു. ഇയാൾ യൂണിയനെ പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ? ഇയാൾ ഇവിടെ ഒന്നും ചെയ്യണ്ട. സാറേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടാ. കൊള്ളാവുന്ന ആരെങ്കിലും വിളിച്ചോണ്ട് വരുമോ ഇത് ചെയ്യിക്കാൻ വേണ്ടി, ഈ പണി ചെയ്യിക്കാൻ വേണ്ടി? എന്നിട്ട് ഇയാൾ പോയി വീട്ടിൽ അല്ല IAS IPS ഒക്കെ ആവേണ്ട ആൾക്കാർ വല്ല പ്യൂണായിട്ടൊക്കെ വന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്യാനാ മോശം കൊണ്ടാ ഇവിടെ ആയിപ്പോയി. മതി കലവല കലവല എന്ന് വല്ലതും പറഞ്ഞാൽ പറയും. കിളി അലച്ചുകൊണ്ട് ഇരിക്കും പോലെ ഇരിക്കും. മനുഷ്യന് ചെവിയെല്ലാം കേൾക്കൂല. അപ്പൊ ഞാൻ പോകോളാം. സാരെന്തെങ്കിലും ചെയ്യും. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെ, വിദ്യാർത്ഥികളെ, വാഹനങ്ങളിലെ കാറ്റുകൂരി വിടുന്നത് എന്താ തൻ്റെ ശ്രദ്ധയപ്പെടാത്തത്? അങ്ങനെ ഒരു സംഭവം നടന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാർ. എന്തിനു താ ഈ പണിക്ക് വന്നത്? ശരീരം കൂടുതൽ അനങ്ങാതെ ശ്വാസം കൂടുതൽ എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് സാർ. ഇങ്ങനെയാണെങ്കിൽ കോളേജിൽ നിന്ന് കത്തിയാലും എന്താ അറിയില്ലല്ലേ? അറിയില്ല സാർ. അല്ല, അറിയാം സാർ. അല്ല സാർ, അതിന് രേഖാമൂലം ഒരു പരാതിയും കിട്ടിയിട്ടില്ല സാർ. സാറല്ലേ പരാതി തരേണ്ടത്. സാർ തന്നിട്ടുണ്ടോ സാർ? രേഖാമൂലം ഈ തന്നാലേ താൻ ഡ്യൂട്ടി ചെയ്യും. അതെ സാർ. അല്ല സാർ, ഇപ്പോഴത്തെ കാലത്ത് ടയർ കുത്തിപ്പൊട്ടിച്ച പിള്ളേരെ പിടിച്ച് വിരട്ടുമ്പോൾ അവന്മാരെന്നെ ദേഹോപദ്രവം ഒൽപ്പിക്കുന്ന കാര്യത്തിൽ ഉറപ്പാ. അങ്ങനെ വന്നാൽ സാറ് സമാധാനം പറയുമോ? രേഖാമൂലം ഈ തന്ന തമ്പിളരെ പിടിക്കും തീർച്ചയായും. അല്ല സാർ, അങ്ങനെ വരുമ്പോൾ മൽപ്പിടുത്തത്തിനിടയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ കൃത്യനിർവഹണത്തിനിടയിലാണല്ലോ സാർ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിന് ആനുകൂല്യം കിട്ടുമല്ലോ സാർ. ആള് മോശക്കാരനല്ലല്ലോ. അല്ല, സത്യസന്ധമായ കാര്യം പറഞ്ഞതാണ് സാർ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ പിള്ളേരോട് കാറ്റ് കുത്തി വിട്ടതാണ് എന്തിനാണെന്ന് നമ്മൾ ചോദിച്ചാൽ എൻ്റെ ട്യൂബ് വലിച്ചു കീറും സാർ. എൻ്റെ ശരീരമാണ് സാർ എനിക്ക് വലുത്. എന്തിനാ വെറുതെ പിള്ളേർക്ക് പഠിക്കാൻ ഈ ശരീരം വിട്ടുകൊടുക്കുന്നത് സാർ? ശരീരത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ സാർ. ഇവിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലും പയ്യന്മാർ ചുറ്റിത്തിരുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടായിരുന്നു. പേരറിയാമോ? പേരറിഞ്ഞൂടാ. ഏത് ക്ലാസ്സിലാണെന്ന് അറിയാമോ? അറിഞ്ഞൂടാ. എവിടെ നിന്ന് വരണമെന്നെങ്കിലും അറിയാമോ? അറിഞ്ഞൂടാ. കണ്ടാ തിരിച്ചറിയോ? അറിഞ്ഞൂടാ. അല്ല സാർ, പുറത്തൊരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞൂടാ. ആണിനെയും പെണ്ണിനെ ഇതുവരെ കണ്ടാ തിരിച്ചറിഞ്ഞു. അറിയാം സാർ. അല്ല, ഈ കോളേജിൽ വരുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും സാർ, അതുകൊണ്ട് അറിഞ്ഞൂടാ. ഞാൻ ഒരു കാര്യം പറയാം സാർ. ഇനി ശ്രദ്ധിച്ചോണം സാർ. ഇവിടെ ഏതെങ്കിലും പയ്യന്മാരെ ഇവിടെ തന്നെ ഈ ഏരിയയിൽ ചുറ്റി തിരിയണമെങ്കിൽ അപ്പൊ തന്നെ എന്നെ വന്ന് വിവരം അറിയിക്കണം. അല്ല സാർ, രേഖാമൂലം അത് എഴുതി ഞാൻ പറഞ്ഞില്ല എഴുതി തരാം. വേണ്ട സാർ, വേണം സാർ. ഇവിടെ വായും പൊളിച്ചിരിക്കരുത്. ഇല്ല സാർ. വന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഓടി വന്ന് പറയണം സാർ. ഏത് സമയവും മുട്ടിനും അടിച്ചോണ്ടിരിക്കണം. ഇവിടെ ഇരുന്നോ, നോക്ക്, ഒന്ന് പറയണം. എലി എവിടെ? ഏതെലി? അതെന്താ ഇപ്പൊ അവളെ തന്നെ ഒരു അന്വേഷണം? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള തന്നെയല്ലേ അന്വേഷിക്കുള്ളൂ. അപ്പൊ നമ്മളെല്ലാം പാമ്പെന്നാ പറഞ്ഞത്? അയ്യോ, പാമ്പെന്നാണോ ഉദ്ദേശിച്ചത്? നിങ്ങളെ സത്യത്തിൽ ഇപ്പൊ എമിലി എവിടെ? അവള് ഭയങ്കര മൂഡൌട്ടില്ല. അങ്ങനെ മൂഡൌട്ടാതിരിക്കും. രാത്രി ഉറങ്ങാൻ കാണൂല. അവൾ ഉറങ്ങാത്ത കുറിച്ചിട്ട് എങ്ങനെ അറിയാം? തെറ്റി അത് ഒരുത്തിക്ക് ഉറങ്ങാൻ പറ്റൂല. ഒരുത്തിക്ക് ഉറങ്ങാൻ പറ്റില്ല. കണ്ട പാവപ്പെട്ട പിള്ളേരെയും പിടിച്ച് സംശയിക്കുകയും ചെയ്ത് ബോർഡറിലും കുത്തിപ്പിടിച്ച്.
ഇത് എന്തൊക്കെയാ പറയുന്നത്? മലയാളം, ശുദ്ധ മലയാളം. അവളുടെ വണ്ടിയുടെ ആരോ ടയർ കുത്തി പൊട്ടിച്ചെന്നു, അത് അവൾക്ക് ഓർക്കാൻ പറ്റാത്തെ. എന്തിനാ പൂഞ്ചു ഇങ്ങനെയൊക്കെ ചെയ്യണേ? അവളുടെ വണ്ടിയിലെ ടയർ ഞാനാ കുത്തിപ്പിടിച്ചത്. അവളങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞില്ല. ഇത് നിർത്ത് സംഭവം എന്താ എനിക്ക് മനസ്സിലായി. അവള് വണ്ടി എടുക്കാൻ ചെന്നപ്പം അവളെ വണ്ടിയിലെ ടയർ പഞ്ചർ. അവൾ ഇപ്പുറത്ത് നോക്കിയപ്പോ നിന്റെ വണ്ടി അവിടെ ഇരിക്കുന്നത്. നിന്റെ ടയർ പഞ്ചറല്ല. അപ്പൊ ഞാൻ നിന്റെ എന്റെ വണ്ടിയിലെ ടയറിന് എടാ നീ ആണെന്ന് കരുതി കാണോ അവള്? പൂഞ്ചുന്റെ വണ്ടിയുടെ ടയറും പഞ്ചറായോ? പിന്നെ അവന്റെ ഒരുപാട് അത്ഭുതം നീ കാണിക്കണ്ട. നിനക്കൊക്കെ ഈ കേസ് അറിയാം. പറഞ്ഞു മനസ്സിലായി. സത്യമായിട്ടും അറിയില്ല. കുറിഞ്ഞിന്റെ വണ്ടിന്റെ മാത്രം ടയർ ഉരുക്കൊണ്ട് ഉണ്ടാക്കിയതാ. ഞങ്ങൾക്കറിയാം. അത് പിടിക്കും ഞങ്ങള്. ഞങ്ങൾക്കും അറിയാം ആരാണ് ചെയ്തത്. നിന്റെ ചന്ത വാ തുറക്കല്ലേ. മതി കൂടുതൽ പറ. ആദ്യം പോയി കണ്ടുപിടിക്കാൻ നോക്കും. അവൾ എന്റെ ടയർ കുത്തിപ്പിടിച്ച ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ബുദ്ധിപരമായി നീങ്ങണം. എന്താ പറഞ്ഞു? നിന്റെ വണ്ടിയുടെ ടയർ മാത്രമല്ല പഞ്ചറായത്, ഇവിടെ ഒരുപാട് പേരെ എമിലിയുടെ ടയറും പഞ്ചറായി. ഒരുപാട് പേരെ വണ്ടിയുടെ ടയർ പഞ്ചറായി. എടാ, നമുക്ക് ഈ നമ്മുടെ കോളേജിനോട് ആർക്കോ ശത്രുതയുണ്ട്. യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. ആദ്യം ഞാൻ പറഞ്ഞ അങ്ങോട്ട് കാരടായി. നിന്റെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് യാതൊന്ന് വെച്ചാൽ അവനെ എനിക്ക് പിടിച്ചോണ്ട് പോവാ. ഞാൻ നിനക്കൊക്കെ 1000 രൂപ തരാം. 1000? ഇവിടെ കപ്പലിലും വിമാനത്തിലൊക്കെ കയറിയിട്ട് പ്രതിയെ പിടിക്കാൻ പോണതിന് സർക്കാർ എത്ര രൂപയാണ് ചെലവാക്കണത് സാറിന് അറിയാമോ? അപ്പോഴാണ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 1000 രൂപ. അത് ഒരു ആയുധം ഇല്ലാതെ. ആയുധം ബോംബൊന്നും വേണ്ട, ബുദ്ധി മതി. അതുണ്ട് സാർ, 500 കൂടി കൂട്ടി തന്നാ മതി. ഒരു കാര്യം ചെയ്യും, നീയൊക്കെ ആദ്യം പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 1500 രൂപ മാറി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അഡ്വാൻസാ? നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേടേ? എനിക്ക് പോ, ഞാൻ വേറെ മാർഗം നോക്കി. അല്ല സാർ, അഡ്വാൻസ് വേണ്ട, വിശ്വാസമാണ്. അയ്യ പോയി പിടി. നിങ്ങളെ ക്ലാസ്സാണോ ഇത്? അല്ല, ഞങ്ങളുടെ ക്ലാസ് അല്ല. അല്ല അവരുടെ ക്ലാസ് അല്ല. നമ്മൾ അസൈൻമെന്റ് ഒക്കെ എഴുതാവുന്നത്. അസൈൻമെന്റ് ഒക്കെ സ്വന്തം ക്ലാസ്സിൽ നിന്ന് എഴുതിയാ? അല്ല, നിന്റെ ക്ലാസ്സാണോ? അല്ല സാർ, ഞങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പ്രതിയെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു ഇവിടെ ഒളിച്ചിരിക്കണ്ടാടാ നിനക്കൊക്കെ പ്രതികളെ പിടിച്ച് കളിക്കാൻ. വിളി പോയി പിടിയടാ. പോ. നീ എന്താ വരണില്ലടാ? എന്തോ അടവ് കാണിക്കാതെ പോടാ. ഒരാഴ്ച വരുമ്പോഴാണ് അവൻ്റെ പഠിത്തം. എൻ്റെ ഇന്നിനി നമ്മളവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. നാളെ രാവിലെ ആകുമ്പോൾ നീ ആ ബൈക്കിരിക്കുന്നതിന്റെ സ്റ്റാൻഡ് അവിടെ നിന്ന് വിളിച്ചിരിക്കണം. നീ കാർ ഷെഡിന്റെ അവിടെ എങ്കിലും നടക്കുള്ളൂ. ആരാണെങ്കിലും കിട്ടിയ നല്ല ഇടി. എന്താടാ? ഒന്നുമില്ല. ജ്യൂസിന്റെ കവറെന്ത്? ജ്യൂസ് കുടിക്കുന്നതിന് ജ്യൂസ് കുടിക്കണേ? ഒന്നുമില്ല. പഴയ പേക്കാണുള്ളത്. എന്താണത്? ഇത് ആണി. ആണി എടുത്ത് വെച്ചേക്ക് ജ്യൂസിന്റെ കവറിന്റെ അകത്ത്. മറ്റേ ഇതാ അപ്പം പേപ്പർ ഒന്നുമില്ല, ഇനി ബുക്കേ ഉള്ളൂ. അതൊന്നുമില്ല. ഇത് പഞ്ചറാക്കാൻ വേണ്ടി. അപ്പൊ നീയാണല്ലേ? സത്യം പറയടാ. നീയാണല്ലേ? സത്യം പറ. നീ അല്ലടാ എടുത്ത് വെച്ചത്? നീ അല്ലടാ കംപ്ലീറ്റ് പഞ്ചറോടെ ഉണ്ടാക്കണത്? സത്യം പറ. ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് നീ? അത് പിന്നെ എന്റെ വീട്ടിനടുത്തുള്ള ചേട്ടനെ കോളേജിന്റെ മുമ്പിൽ ഒരു പഞ്ചർ കട തുടങ്ങി. അതിന് നീ എന്തിനു പഞ്ചറാക്കണത്? അയാളെ സഹായിക്കാൻ വേണ്ടിയാണ്. സഹായിക്കാൻ പഞ്ചറാക്കിയടാ? ഇല്ല, എനിക്ക് പൈസയൊക്കെ ഒന്ന് സഹായിക്കും. ഞാനും അങ്ങോട്ടൊരു സഹായം കൊടുക്കാന്ന്. എങ്ങനെ സഹായിക്കുന്നു? പൈസയൊക്കെ കമ്മീഷനാ? ഒരു പഞ്ചറിന് എത്രടാ? ഇത് പിടി രവീണ. ഒരു പഞ്ചറിന് എത്ര? നീ അവിടെ ഇരുന്ന് പറ. ഇത് നോക്കി ഒരു പഞ്ചറിന് എത്ര? ഒരു പഞ്ചറിന് പിന്നെ അണ്ണ ഉള്ളത് തരും. ആ പഞ്ചറിന് കിട്ടുന്ന പൈസനെ കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ തരും. തന്നല്ലേ? പ്രിൻസിപ്പാളിന്റെ റൂമിലൊന്നും കൊണ്ടുപോകണം. ഇവർ 2 കൊടുത്തിട്ടുണ്ടോ? എടാ, എന്റെ വണ്ടിയുടെ കാറ്റ് ഇവിടെ നിന്റെ അടുത്ത് ആടാ പറഞ്ഞു. എന്റെ വണ്ടിയാണ്, ഞാൻ അറിഞ്ഞില്ല. പ്രിൻസിപ്പളെ കാണിച്ചിട്ട് കൊടുക്കാനാണ്. പ്ലീസ് അണ്ണ, എന്നെ കൊണ്ടുപോയി. പ്ലീസ് അണ്ണ, അവിടെ പ്രിൻസിപ്പളിനെ കൊടുക്കരുത് അണ്ണ. നീ വാ. അടിയന്റെ പോടാ. കോളേജ് വിട്ടിട്ട് വീട്ടിൽ പോകണില്ലേ? എങ്ങനെ പോകും സാർ? സാർ ഉത്തരവാദിത്തോടെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്ത് തീർക്കണേ നമ്മള്. ഞാൻ പറഞ്ഞു അവനെ പിടിയിട്ടാ.
ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, പഠിക്കാൻ കൊള്ളാത്തവരാണെന്നൊക്കെയല്ലേ സാറിന്റെ വിചാരം. ഇനി ഈ കോളേജിൽ ഒരുത്തന്റെ വണ്ടിയുടെ കാറ്റും ഒരുത്തനും അഴിച്ചു വിടൂല. അവന് പിടിയിട്ടിയാ? പിന്നെ വിളിച്ചോ, ഞാൻ കാണട്ടെ. സാറേ ഇവനാണ് സാറേ യവനാ? അല്ലല്ല ഇവൻ കാരണമാണ് നമുക്ക് ആളെ പിടിക്കാൻ പറ്റിയത്. പ്രതി എവിടെ കൊണ്ടുപോ, ഞാൻ കാണട്ടെ. സാറെ പ്രതിന്ന് വിളിക്കരുത്. പ്രതിയെ പിന്നെ എന്ത് വിളിക്കണം? പ്രദീപെ അയാളൊരു മനോരോഗിയാണ് സാർ. മനോരോഗിയോ? ഈ കോളേജിലാ? സാർ മനോരോഗം വരുന്നതിന് ഈ കോളേജിൽ നിന്നോ പുറത്തെ കോളേജിൽ നിന്നോ പ്രിൻസിപ്പളെന്നോ കുട്ടികളൊന്നോ അങ്ങനൊന്നും ഇല്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ? 2 കൊല്ലമായിട്ട് മനോരോഗ ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ് സാർ അയാള്. സാർ രോഗം മൂർച്ഛിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വണ്ടിയുടെ കാറ്റൂറ്റി വിടുക, അവരെ പിടിക്കുക, ഇവരെ പിടിക്കുക, പിച്ചുക, മാന്തുക. സ്ഥിതിക്കേ ആ ഇനം ഏതിനാ? പാരിതോഷികം സാറ് പറഞ്ഞു 1500 രൂപ തരാന്ന് പറഞ്ഞു പിടിച്ചോണ്ടിരിക്കണെങ്കിൽ. ഞാൻ പറഞ്ഞ? ആ എപ്പോ പറഞ്ഞു? സാർ അങ്ങനെ പറഞ്ഞ് പ്രതിയെ പിടിച്ച 1500 രൂപ ഇനാം പ്രഖ്യാപിച്ചില്ലേ? പറഞ്ഞെങ്കിൽ ഞാൻ തരും. ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്, പൈസ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ തരും. നിങ്ങൾ ബുദ്ധിയുള്ള പിള്ളേരാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഛിദ്രശക്തികൾ നമ്മളെ കോളേജ് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഛിദ്രശക്തികൾ. ക്ഷുദ്രജീവി, പാറ്റ, പല്ലിയൊക്കെ ഇലക്കെ അത് വേറെ. ഇത് ഛിദ്രശക്തികൾ. നീ അമ്മച്ച ചമ്മന്തി അരയ്ക്കാൻ പഠിപ്പിക്കല്ലേ? ബാബുല സാറിന്റെ കളിയായിക്കൊണ്ട് നടക്കും, മലയാള സാറിന്റെ കളിയായിക്കൊണ്ട് നടക്കും. ആക്രമണം കാണിക്കാതെ അത് അവരെ നീ കൈയോടെ പിടിക്കണം. അപ്പൊ ഞാൻ പാരിതോഷികം തരും. തന്നുകൊണ്ടേയിരിക്കും. പ്രതികളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ സാർ ഇനാം തന്നുകൊണ്ടിരിക്കും. അത് ഈ കോളേജിന്റെ മാത്രം പ്രത്യേകതയാണ്. 1500. ആ ഉണ്ടല്ലേ ഇങ്ങനെ പിടിച്ചത്? പിടിക്കാൻ സഹായിച്ചത് ഞാനാ? അല്ല ഇവൻ കാരണമാണ്. ആ അതുകൊണ്ട് അവനല്ലേ കൊടുക്കായി. കൊണ്ട് വീട്ടിൽ പോകണം കേട്ടോ. അവന്മാർക്ക് പിടിച്ച് വാങ്ങിക്കാൻ തിന്നു കൊടുക്കരുത്. ശരി സാർ. ശരി സാർ പോകാൻ ഇറങ്ങുകയാണല്ലോ. ഞാൻ ഇറങ്ങും, നേരമായി. കാരണം നീ കയ്യും കാലും പിടിച്ചോണ്ടാണ് പ്രിൻസിപ്പൾ എടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. നാളെ എങ്ങാനും ചെലവ് ചെയ്തില്ലെങ്കിൽ എന്റെ വണ്ടിയുടെ കാറ്റ് അഴിച്ചു വിട്ടിട്ട് നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്ന് നമ്മളാണ് പറയാം. വിടടാ രവിയണ്ണ, ഞാനൊരു കാര്യം പറഞ്ഞ ആരും എന്നെ വഴക്കുറയില്ല. എന്താടാ കാര്യം പറ? സത്യമായിട്ടും വഴക്കുറയില്ല നിങ്ങൾ ആരും. ഈ കാര്യം പറ. ഞാൻ ഇന്നും ഒരു വണ്ടിയുടെ കാറ്റ് അഴിച്ചു കണ്ടല്ല? ഏത് വണ്ടിയുടെ? നമ്മളെ പ്രിൻസിപ്പാളിന്റെ വണ്ടിയുടെ കാറ്റ് അഴിച്ചു വിട്ടെന്ന് പോയി. ശിവ കേട്ടോ? നീ അവിടെ നിൽക്ക്. ഇവിടെ വന്നേ. സത്യത്തിൽ ഇവന് മനോരോഗം തന്നെ. അങ്ങനെ എന്തോ ഉണ്ട്. ഇങ്ങനെ പോയാലേ നമ്മൾ കൊടുക്കും. ഇവൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരേ ഒരു കാര്യമുള്ളൂ. എന്തെന്നറിയോ? പ്രിൻസിപ്പളിന്റെ കാറിന്റെ എത്ര ടയറിന്റെ കാറ്റ് വെച്ച്? ഒറ്റ ടയറിന്റെ. എടാ മണ്ട, കാറ്റ് ഒഴിക്കുമ്പോ 2 ടയറിന്റെ കാറ്റെങ്കിലും മിനിമം ഒഴിക്കണ്ടേ? കംപ്ലീറ്റ് ടൂൾസ് ആണല്ലേ? ും